അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല കറിയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെള്ളക്കടല നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പാത്രത്തിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചന്ന ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു തക്കാളി 2 അല്ലി വെളുത്തുള്ളി നന്നായി അരച്ചിട്ടാകുമ്പോൾ നമ്മൾ ഈ കടുക് പൊട്ടിച്ച പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് നന്നായി അതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച വെള്ളക്കടല അതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, അപ്പോൾ കൊഴുപ്പിന് വേണ്ടി നമ്മളൊന്നും തേങ്ങയോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി 2 സ്പൂൺ വെള്ളക്കടല എടുത്ത് മിക്സിയിൽ നന്നായി അടിച്ചതിന് ശേഷം ഈ കറിയിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ചൊരു നുള്ള് ഗരം മസാലയും ആഡ് ചെയ്ത്, ഞാൻ നേരത്തെ കാണിച്ചു തരുന്ന ഒരു പച്ച കളറുള്ള സാധനം മല്ലിച്ചപ്പാണ്, നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന മല്ലിച്ചപ്പ്, അതും കൂടി ആഡ് ചെയ്താൽ നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി വെള്ളക്കടല കറി റെഡി ആയിട്ടുണ്ട്. ദോശക്കും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ കുറച്ച് ക്ലിപ്പിങ്സ് കട്ടായിട്ടുണ്ട്, ക്ഷമിക്കണം. താങ്ക്